എംപ്ലോയി പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ PF അംഗങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു വിപ്ലവകരമായ ചുവടുവയ്പ് നടത്തുകയാണ്. UP അധിഷ്ഠിത PF പിൻവലിക്കൽ ഉടൻ നടപ്പാക്കുമെന്നാണ് അറിയുന്നത്. വളരെ വേഗത്തിൽ PFലെ പണം സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത്. അതേസമയം ഇവിടെ കാലതാമസം ഉണ്ടാകാതിരിക്കാൻ ജീവനക്കാർ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴി PF അംഗങ്ങൾക്ക് പ്രൊവിഡന്റ് ഫണ്ടിലെ തുക നേരിട്ട് പിൻവലിക്കാൻ ഉടൻ അവസരമുണ്ടാകുമെന്ന് കഴിഞ്ഞ വാരം കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡ്യ അറിയിച്ചിരുന്നു. EPFO 3.0 പതിപ്പ് അവതരിപ്പിക്കുന്നതോടെ പ്രൊവിഡന്റ് ഫണ്ട് പിൻവലിക്കൽ UP വഴി സാധ്യമാകും. ജീവനക്കാർക്ക് തങ്ങളുടെ PF രേഖകൾ കൃത്യമാക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. UP വഴിയുള്ള പിൻവലിക്കലുമായി ബന്ധപ്പെട്ട ട്രയൽ റൺ സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞു. 5 ലക്ഷം രൂപ വരെയുള്ള അർഹമായ പിൻവലിക്കലുകൾക്ക് ഓട്ടോ സെറ്റിൽമെന്റ് ഉൾപ്പെടെ വേഗത്തിലുള്ള ക്ലെയിം പ്രോസസ്സിംഗിലേക്ക് EPFO ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. PF അംഗങ്ങളുടെ രേഖകൾ കൃത്യമാണെങ്കിൽ മാത്രമേ PF തുക വേഗത്തിൽ ലഭ്യമാകുന്ന പ്രക്രിയ സുഗമമായി നടപ്പിലാക്കുകയുള്ളൂ. പല PF കേസുകളിലും താമസം നേരിടുന്നത് നിയമപരമായ കാരണങ്ങളാലല്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. പേര്, ആധാർ, ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ നമ്പർ, ജോലിയിൽ നിന്ന് പിരിഞ്ഞ തീയതി അല്ലെങ്കിൽ സർവീസ് റെക്കോർഡ് എന്നിവയിലെ വിവരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടാത്തതിനാലാണ് ക്ലെയിമുകൾ നിരസിക്കപ്പെടാറുള്ളത്. സമാനമായി UPI പിൻവലിക്കലുകളിലും തടസ്സം നേരിടാതിരിക്കാൻ ഇത്തരം വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഇനി പറയാം. 1. UAN ആക്ടിവേഷൻ. UP അധിഷ്ഠിത പിൻവലിക്കലുകൾക്ക് തുടക്കമാകുന്നതിന് മുൻപ് തന്നെ ജീവനക്കാർ തങ്ങളുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ ആക്റ്റീവ് ആണെന്നതും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാണെന്നും ഉറപ്പാക്കുക. UAN ആക്ടിവേഷൻ, പാസ്ബുക്ക് റിവ്യൂ, KYC അപ്ഡേഷൻ, PF പണം പിൻവലിക്കാൻ, ഓൺലൈൻ ക്ലെയിം ട്രാൻസ്ഫർ തുടങ്ങിയവ ഇപ്പോൾ തന്നെ EPFO മെമ്പർ പോർട്ടലിൽ ലഭ്യമാണ്. രണ്ടാമത്തെ കാര്യം ആധാർ, പാൻ, പേര് വിവരങ്ങളാണ്. നിങ്ങളുടെ UAN ആധാർ നമ്പറുമായി ബന്ധപ്പെടുത്തി ഒതന്റിക്കേറ്റ് ചെയ്യേണ്ടതാണ്. EPFO റെക്കോർഡിലെ പേര്, ജനനതീയതി, ജെൻഡർ എന്നിവ ഇവിടെ പൊരുത്തപ്പെടേണ്ടതാണ്. ഇവിടെ പൊരുത്തക്കേടുണ്ടെങ്കിൽ UPI അധിഷ്ഠിത വെരിഫിക്കേഷൻ, PF ഫണ്ട് പ്രോസസ്സിംഗ് എന്നിവ തടസ്സപ്പെടും. 3. ബാങ്ക് അക്കൗണ്ട് അപ്ഡേഷൻ. UPI ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് PF പിൻവലിക്കൽ നടക്കുക എന്നതിനാൽ ഇവിടെയും ചില കാര്യങ്ങൾ അപ്ഡേറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, അക്കൗണ്ട് ഹോൾഡറുടെ പേര് തുടങ്ങിയവ കൃത്യമായിരിക്കുകയും EPF പോർട്ടൽ വെരിഫൈഡ് ആയിരിക്കുകയും വേണം. 4. മൊബൈൽ നമ്പർ ആൻഡ് UPI. നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ, UAN എന്നിവ ആക്റ്റീവ് ആയിരിക്കേണ്ടതാണ്. OTP അധിഷ്ഠിത ഒതന്റിക്കേഷൻ വഴിയായിരിക്കും PF തുക അക്കൗണ്ടിലേക്ക് ലഭിക്കുക എന്നതാണ് കാരണം. 5. സർവീസ് റെക്കോർഡാണ്. PF അംഗങ്ങൾ തങ്ങളുടെ സർവീസ് റെക്കോർഡ് കൃത്യമായി പരിശോധിക്കേണ്ടതും ആവശ്യമാണ്. UPI അധിഷ്ഠിത സേവനങ്ങൾ ലഭ്യമാകുന്നതിന് മുൻപ് എംപ്ലോയ്മെന്റ് ഡേറ്റ് ഓവർലാപ്പിംഗ്, ഡ്യൂപ്ലിക്കേറ്റ് PF അക്കൗണ്ടുകൾ, എക്സിറ്റ് ഡേറ്റ് മിസ്സിംഗ് തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ തിരുത്തേണ്ടതാണ്. ഇത്തരം പൊരുത്തക്കേടുകൾ ക്ലെയിം സെറ്റിൽമെന്റിന് കാലതാമസം വരുത്താനിടയുണ്ട് എന്നതാണ് കാരണം.